company gives 7% commission to his salesman up to the sales of rupees 10,000. And 5% commission on the sales above 10,000. If salesman deposited rupees 47,300 in the company after deducing his commission, find the total sales. Yes. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളില്ലേ നമ്മുടെ കമ്പനി കമ്മീഷൻ എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇനി നമ്മൾ ഇതിലൊരു 5-6 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് അല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കമ്മീഷൻ സെയിൽസിൽ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പനി ഗീവ്സ് 7% commission to his salesman up to the sales of rupees 10,000 അല്ലേ? up to the sales of rupees 10,000. ഒരാളുടെ സെയിൽസ് 10,000 റുപ്പീസ് വരെ ഉള്ള ആ ഒരു സ്റ്റേജ് വരെ 7% കമ്മീഷനാണ് ആർക്ക് കൊടുക്കണേ? 7% കമ്മീഷനാണ് നമ്മുടെ സെയിൽസ്മാന് കമ്പനി കൊടുക്കണേ. ഇനി 10,000 റുപ്പീസിന് ശേഷം വരുന്ന ഓരോ സെയിലിനും, 10,000 റുപ്പീസിന് ശേഷം വരുന്ന ആ സെയിലിന് അയാൾ എത്രയാണ് കമ്മീഷൻ കൊടുക്കുന്നത്? 5% കമ്മീഷനാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സെയിൽസ്മാൻ അയാളുടെ കമ്മീഷൻ എമൗണ്ടിനെ ഡെഡ്യൂസ് ചെയ്തിട്ട് ആ എമൗണ്ട് കമ്പനിയിൽ അയാൾ എന്ത് ചെയ്യാണ്? ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. ഒരു അക്കൗണ്ടിലോ കമ്പനിയിലോ വോട്ടെവർ ഇറ്റ് മേ ബി അയാൾ എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് 47,300. അങ്ങനെയെങ്കിൽ അയാളുടെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ. ടോട്ടൽ സെയിൽസിനെ നമുക്ക് എന്തെന്ന് കൺസിഡർ ചെയ്യാം? അയാൾക്ക് 10,000 സെയിൽസ് കിട്ടി, അത് കൂടാണ്ട് അയാൾക്ക് 100x സെയിൽസ് കിട്ടി അല്ലേ? ടോട്ടൽ സെയിൽസിനെ നമുക്ക് എങ്ങനെ എഴുതാം? അയാൾക്ക് 10,000 സെയിൽസ് കിട്ടി, 10,000 സെയിൽസ് കിട്ടി, ആ കൂട്ടത്തിൽ അയാൾക്ക് എത്ര സെയിൽസ് കിട്ടി? ഒരു 100x സെയിൽസും കൂടെ കിട്ടി. അത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ക്വസ്റ്റനിൽ നമുക്ക് തന്നിട്ടുണ്ട് 10,000 സെയിൽസ് വരെ അയാൾക്ക് 7% കമ്മീഷൻ കിട്ടും. അതിനുശേഷമുള്ള സെയിൽസ് അല്ലെ, അതിനുശേഷമുള്ള സെയിൽസിന് അയാൾക്ക് 5% കമ്മീഷൻ കിട്ടും. കമ്മീഷൻ പാർട്ട് ഡെഡ്യൂസ് ചെയ്തിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് 47,300. 47,300 ആണ് അയാളുടെ കമ്മീഷൻ എമൗണ്ട് ഡെഡ്യൂസ് ചെയ്തിട്ട് അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. സോ ഉറപ്പായിട്ടും നമുക്കറിയാം 47,300 എന്നുള്ളത് 10,000-നേക്കാളും വലിയൊരു വാല്യൂ ആണ്. സോ അയാൾക്ക് 10,000 റുപ്പീസ് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? 10,000 റുപ്പീസ് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെയുള്ള അയാളുടെ സെയിൽസ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ടും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ സെയിൽസിൻ്റെ, അതായത് 10,000 സെയിൽസിൻ്റെ 7%, 10,000 റുപ്പീസിൻ്റെ 7% അയാൾക്ക് എന്തായിട്ട് കിട്ടും? കമ്മീഷനായിട്ട് കിട്ടും. അപ്പോൾ 10,000-ന്റെ 7% എന്ന് പറയുമ്പോൾ 7/100 ആണ് അല്ലേ? 10,000-ന്റെ 7% എന്ന് പറയുമ്പോൾ 7/100 ആണ്. സോ അത് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? 700 ആണ് അയാൾക്ക് ഇവിടെ കിട്ടിയ കമ്മീഷൻ. ആദ്യത്തെ 10,000 സെയിൽസിന് അയാൾക്ക് കിട്ടിയ കമ്മീഷൻ എന്താണ്? 10,000 സെയിൽസിന് അയാൾക്ക് കിട്ടിയ കമ്മീഷൻ 700 റുപ്പീസ് ആണ്. ഓക്കെ, ഇത് കമ്മീഷനാണ്, ഇത് അയാളുടെ കമ്മീഷനാണ് 700 റുപ്പീസ്.
അതേപോലെ 100x അയാൾക്ക് കിട്ടാൻ പോണ കമ്മീഷൻ എന്താണ്? 5% കമ്മീഷനാണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? അയാൾക്ക് കിട്ടിയ കമ്മീഷൻ എന്ന് പറയുന്നത് 5x ആണ്. രണ്ടാമത്തത് ആദ്യത്തെ പാർട്ട് സെയിൽ 10,000 സെയിൽസിന് യെസ് ഹി ഈസ് ഗെറ്റിംഗ് 7% കമ്മീഷൻ. സോ അയാൾക്ക് കിട്ടിയ കമ്മീഷൻ എന്താണ്? 700 ആണ്. രണ്ടാമത്തത് ബാക്കിയുള്ള മുഴുവൻ 10,000-ന് ശേഷം അയാൾക്ക് എത്ര കൂടുതൽ സെയിൽസ് കിട്ടിയോ ആ സെയിൽസിനനുസരിച്ച് അയാൾക്ക് എന്ത് കിട്ടി? അതിൻ്റെ 5% അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. ഇവിടെ ചിലപ്പോൾ 100 സെയിൽസ് ആവാം, അവിടെ 1000 സെയിൽസ് ആവാം, 10,000 സെയിൽസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേറൊരു നമ്പർ 2746 അത്രയും സെയിൽസ് ആവാം. എത്ര നമ്പർ ഓഫ് സെയിൽസ് ആയാലും അതിൻ്റെ 5% അയാൾക്ക് എന്ത് കിട്ടും? കമ്മീഷനായിട്ട് കിട്ടും. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? അയാളുടെ റുപ്പീസിൽ നിന്ന്, അതായത് അയാളുടെ സെയിൽസിൽ നിന്ന് കിട്ടുന്ന ആ റുപ്പീസിൽ നിന്ന് അയാളുടെ കമ്മീഷൻ ഡെഡ്യൂസ് ചെയ്തു. അയാളുടെ സെയിൽസിൽ നിന്ന് കിട്ടുന്ന റുപ്പീസിൽ നിന്ന് അയാളുടെ കമ്മീഷൻ ഡെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയ ആ എമൗണ്ടിനെയാണ് അയാളുടെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 47,300 ആണ്. 47,300 എന്ന് പറയുന്നത് എന്താണ്? 10,000 റുപ്പീസിൽ നിന്ന് അയാൾ കമ്മീഷൻ മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 9,300 കിട്ടി. പ്ലസ് 100x അയാളുടെ കമ്മീഷൻ മൈനസ് ചെയ്തപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? അയാൾക്ക് 95x കിട്ടി. ഇതാണ് എന്ത്? അയാളുടെ എന്താ പറയുക കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. മനസ്സിലായോ? ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പം 0 0 0 കിട്ടും. 17 നിന്ന് 9 പോയാൽ നമുക്ക് 8 കിട്ടും. ഇവിടെ 3 കിട്ടും. സോ 38,000 is equal to 95x. രണ്ടും 19-ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നമുക്ക് 5x കിട്ടും, ഇവിടെ നമുക്ക് 2000 കിട്ടും. എഗെയിൻ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് 400 കിട്ടും. സോ x is equal to 400 എന്ന് കിട്ടി. x is equal to 400 എന്ന് കിട്ടി. സോ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എന്താണ്? ഇവിടെ നമുക്ക് എക്സിൻ്റെ, അതായത് 100x-ന്റെ അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 10,000 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് കിട്ടി. 50,000 is the total number of sales. 50,000 is the total number of sales. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസും കമ്മീഷനും പിന്നെ സെയിൽസ്മാനിൻ്റെ സാലറിയും ഇങ്ങനത്തെ സംഭവങ്ങൾ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഇക്വേഷൻസ് നമ്മൾ കണ്ടില്ലേ? ഇതാണ് ടോട്ടൽ സെയിൽസ്, കമ്മീഷൻ. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്കേ അല്ല. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡെഡ് ഈസി ആയ ഒരു കാര്യമാണ് അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡെഡ് ഈസി ആയ ഒരു കാര്യമാണ്. ഈ ഒരു ഇക്വേഷനിൽ എത്തുക എന്നുള്ളതാണ് വിഷയം. സോ അതാണ് നമ്മുടെ മെയിൻ അജണ്ട. ക്വസ്റ്റ്യൻ വായിക്കുക, പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഇക്വേഷനിൽ എത്തണം. ഞാൻ ഒന്നും കൂടെ പറയാം. സെയിൽസ്മാനിന് 10,000 രൂപ വരെ അല്ലേ അയാൾ 10,000 രൂപ, അതായത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അയാൾ സെയിൽ ചെയ്യാന്നിരുന്നോട്ടെ. സോ അയാൾ അത് സെയിൽ ചെയ്ത് അയാൾ 10,000 രൂപ വരെ ഉണ്ടാക്കിയെങ്കിൽ അയാൾക്ക് 7% കമ്മീഷൻ കിട്ടും. യെസ്. ഇനി 10,000-ന് ശേഷം അയാൾ എത്ര രൂപ ഉണ്ടാക്കിയാലും ആ രൂപയ്ക്കനുസരിച്ച് ആ രൂപയുടെ 5% കമ്മീഷനാണ് അയാൾക്ക് എവിടെ കിട്ടുന്നത്? പിന്നെ ഉണ്ടാക്കുന്ന സെയിൽസിന് കിട്ടണേ. സോ നമുക്ക് ആ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അപ് ടു 10,000 വരെ, ഒന്ന് 10,000 വരെ, പിന്നെ 10,000-ന് ശേഷം അയാൾക്ക് കിട്ടുന്ന സെയിൽസ്. അപ്പോൾ ആദ്യം അയാൾക്ക് അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് അവർക്ക് കിട്ടിയ കമ്മീഷൻ എമൗണ്ട് തന്നിട്ടുണ്ട്. മൂന്നാമത് തന്നത് എന്താണ്? മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ കമ്മീഷൻ എമൗണ്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 47,300 ആണ്. സോ നമുക്ക് ഉറപ്പിക്കാം അയാൾക്ക് ഈ 47,300 എന്ന് പറയുന്നത് 10,000-നേക്കാളും വലിയൊരു നമ്പറാണ്. സോ നമുക്ക് ഉറപ്പിക്കാം അയാൾക്ക് നിർബന്ധമായും എത്ര റുപ്പീസിൻ്റെ സെയിൽസ് കിട്ടി? 10,000 റുപ്പീസിൻ്റെ സെയിൽസ് കിട്ടി. പിന്നെ എത്ര റുപ്പീസിൻ്റെ സെയിൽസ് ആണ് അയാൾക്ക് കിട്ടി, അല്ലെങ്കിൽ എന്തോരം പ്രോഡക്ട്സ് ആണ് അയാൾ സെല്ല് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. 10,000 പ്ലസ് 100x ആണ്. 100x എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്ത സാധനമാണ്. ഓക്കെ. യെസ്. ഇനി ഇവിടെ എന്താണ്? കമ്മീഷനാണ് ഇനി ഞാൻ കാണാൻ പോണത്. 10,000 റുപ്പീസിൻ്റെ സെയിൽസിൻ്റെ സമയത്ത് എനിക്ക് കിട്ടുന്ന കമ്മീഷൻ 700 ആണ്. 100x ആവുമ്പം എനിക്ക് കിട്ടുന്ന കമ്മീഷൻ 5x ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അയാൾ സെയിൽസ്മാൻ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിൽ നിന്ന് കിട്ടിയ എമൗണ്ടിൽ നിന്ന്
ടോട്ടൽ കമ്മീഷൻ എമൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടിയതാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തപ്പം എനിക്ക് ഇക്വേഷൻ കിട്ടി. സോ ഇതാണ് ഹാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതാണ്. ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം എക്സ് കിട്ടി, എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി gives 9% commission on total sales to his salesman and a bonus of sales bonus of 1% on the sales over 15,000. If the salesman deposited rupees 72150 after deducting his earnings from total sales, find the total sales made by the salesman. Yes. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? യെസ്, ഇവിടെ അഗെയിൻ ഒരു കമ്പനി സെയിൽസ്മാൻ കമ്മീഷൻ ആണ് അല്ലേ. നമുക്ക് നോക്കാം. കമ്പനി സെയിൽസ്മാനിന് ടോട്ടൽ സെയിൽസിൻ്റെ അല്ലേ, കമ്പനി സെയിൽസ്മാനിന് ടോട്ടൽ സെയിൽസിൻ്റെ 9% കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. പിന്നെ തന്നിട്ടുണ്ട് 15,000 സെയിൽസ് കഴിഞ്ഞാൽ 1% ബോണസ് കൂടെ അയാൾ കൊടുക്കും. 1% ബോണസ് കൂടെ കമ്പനി ആ സെയിൽസ്മാനിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സെയിൽസ്മാൻ അയാളുടെ എന്താ പറയുക, അയാളുടെ ഈ ഒരു ഏർണിങ്സും കാര്യങ്ങളൊക്കെ അയാളുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം അയാൾക്ക് കിട്ടിയ എമൗണ്ട് ആണ് 72150. അങ്ങനെയെങ്കിൽ അയാളുടെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എത്രയാണ്? സിമ്പിളാണ്, നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ ഞാൻ ടോട്ടൽ സെയിൽസിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ടോട്ടൽ സെയിൽസിനെ ഈ ഒരു ക്വസ്റ്റ്യനിലും എനിക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം 15,000 ആണ് എൻ്റെ സെയിൽസ്. ആദ്യത്തെ എൻ്റെ സെയിൽസ് എന്താണ്? 15,000 ആണ്. അയാളുടെ ഈ ഒരു കമ്മീഷനും കാര്യങ്ങളൊക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടിയ എമൗണ്ട് ആണ് 72,150 അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം 15,000 സെയിൽസ് അയാൾക്ക് നിർബന്ധമായിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാൾക്ക് കിട്ടുന്ന സെയിൽസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതാണ് നമ്മുടെ 100x. അതാണ് നമ്മുടെ 100x. ഓക്കെ, നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 15,000 സെയിൽസ് വരെ അയാൾക്ക് 9% കമ്മീഷൻ കിട്ടും. 100x പിന്നെയുള്ള സെയിൽസിന് അയാൾക്ക് എന്താണ്? ഒരു ബോണസ് 1% കൂടെ കിട്ടും. അപ്പോൾ 9% കമ്മീഷനും കിട്ടും, അതിൻ്റെ കൂടെ ഒരു 1% കമ്മീഷനും കൂടെ കിട്ടും എന്ന് പറയുമ്പം 9% പ്ലസ് 1% അല്ലേ. 15,000 സെയിൽസ് വരെ 9% ആണ് അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ. അതിനുശേഷം കിട്ടുന്ന എത്ര സെയിൽസ് ആണോ, 100 ആയാലും 1000 ആയാലും 2150 എത്ര എണ്ണം ആയാലും അതിൻ്റെ 9% അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. അത് കൂടാണ്ട് അതിൻ്റെ ഒരു 1% കൂടെ അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ മൊത്തം 10% അല്ലേ. 9% പ്ലസ് 1%. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ 9% കാണാം. 1000 ഇൻറ്റു 9%, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1350 ആണ് അല്ലേ. 1350
സോ രണ്ടാമത് നമ്മൾ എഴുതാൻ പോണത് അയാളുടെ കമ്മീഷനാണ് 1350. യെസ്, ഇവിടെ അയാൾക്ക് എന്ത് കിട്ടും? 100x-ന്റെ 10% എന്ന് പറഞ്ഞാൽ അത് 10x ആണ്. സോ അയാളുടെ കമ്മീഷൻ എമൗണ്ട് ഇതാണ്. പിന്നെ അയാൾ എന്താ പറയുക, ടോട്ടൽ സെയിൽസിൽ നിന്ന് അയാളുടെ കമ്മീഷൻ എമൗണ്ട് ഡെഡ്യൂസ് ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയ എമൗണ്ട് ആണ് എന്ത്? 72150. അപ്പം ഞാൻ ഇതിന് ഡെഡ്യൂസ് ചെയ്യാൻ പോവാണ് 0. 10-ൽ നിന്ന് 5 പോകുമ്പോൾ 5, 9-ൽ നിന്ന് 3 പോയാൽ 6, 4-ൽ നിന്ന് 1 പോയാൽ 3, 1. 13650 പ്ലസ് ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 90x കിട്ടി. 13650 ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 90x കിട്ടി. അപ്പം ഇനി ഇതാണ് എൻ്റെ മെയിൻ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. അപ്പം ഇനി എന്താണ്, ഞാൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പോവാണ്. മൈനസ് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 0 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 0 കിട്ടും. 5-ൽ നിന്ന് 5 പോകുമ്പോൾ എനിക്ക് 0 കിട്ടും. 11 ആയി, ഇത് 1 ആയി. 11-ൽ നിന്ന് 6 പോകുമ്പോൾ എനിക്ക് 5 കിട്ടി. ഇത് 6 ആവും, ഇത് അഗെയിൻ 11 ആവും. 11-ൽ നിന്ന് 3 പോകുമ്പോൾ എനിക്ക് 8 കിട്ടി. 6-ൽ നിന്ന് 585 90x. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 9-ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ഈ 0 0 ക്യാൻസൽ ചെയ്യാം. രണ്ടും 9-ന്റെ മൾട്ടിപ്പിൾ ആണ്. 9-ന്റെ മൾട്ടിപ്പിൾ ആകുമ്പം ഇവിടെ എനിക്ക് 54 എന്ന് പറയുമ്പോൾ 6 കിട്ടും. 650 ആണ് എന്തിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ. 650 ആണ് എക്സിൻ്റെ വാല്യൂ. സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 100 × 650 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 65,000 എന്ന് കിട്ടും. 65,000 എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് ആണ് ഞാൻ കാണേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ 15,000 ആഡ് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടി? 80,000 ആണ് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ്. 80,000 ആണ് എന്ത്? എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 15,000 സെയിൽസ് വരെ 9% അയാൾക്ക് കമ്മീഷൻ കിട്ടും. അതിനുശേഷം അയാൾക്ക് എത്ര സെയിൽസ് ആണോ കിട്ടണേ, അപ്പോൾ അയാൾക്ക് 9% കമ്മീഷനും കിട്ടും. ആ കൂട്ടത്തിൽ 1% അല്ലേ, ആ സെയിൽസിൻ്റെ 1% ബോണസ് എമൗണ്ട് കിട്ടും. അപ്പോൾ മൊത്തം അയാൾക്ക് എത്ര കിട്ടും? 10% കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ടോട്ടൽ സെയിൽസിനെ 2ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഒന്ന് നമ്മുടെ 15,000 വരെ അല്ലേ, ഒന്ന് നമ്മുടെ 15,000 വരെ എന്നുള്ളൊരു സെയിൽസ് ആണ്. രണ്ടാമത്തത് 15,000-ന് ശേഷം നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ ആ ശേഷം കിട്ടുന്ന നമ്പർ ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് നമുക്ക് കാണാൻ പറ്റും. സോ പിന്നെ ഉള്ള ആ നമ്പർ ഓഫ് സെയിൽസിന് ഞാൻ എന്തെന്ന് കൺസിഡർ ചെയ്തു? 100x എന്ന് ഞാൻ കൺസിഡർ ചെയ്തു. യെസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 100x-ന്റെ 10% കണ്ടുപിടിച്ചു കമ്മീഷൻ എമൗണ്ട് കാണാൻ വേണ്ടി. അതേപോലെ 15,000-ന്റെ 9% എമൗണ്ട് ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ ഈ കമ്മീഷൻ എൻ്റെ ടോട്ടൽ സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്തു. ആ വാല്യൂ അവർ എനിക്ക് തന്നിട്ടുണ്ട്. രണ്ടും ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടി വാട്ട് ഈസ് x ഇസ് ഈക്വൽ ടു. സോ ആ എക്സ് ഞാൻ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, ടോട്ടൽ സെയിൽസിൻ്റെ ഇക്വേഷനിൽ ഞാൻ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് കിട്ടി. മനസ്സിലായല്ലോ? യെസ്. ചിലർ വിചാരിക്കും ഇവിടെ 100x അല്ലേ, ഇവിടെ 100x-ന് പകരം നമുക്ക് വേണമെങ്കിൽ വെറുതെ x എന്ന് എടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കും. എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ x മൈനസ് എക്സിൻ്റെ 10% നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90x/100 എന്ന് കിട്ടും. സോ ഒരു ഫ്രാക്ഷൻ 9/10x എന്നായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. സോ കാൽക്കുലേഷൻസ് ഇല്ലേ കുറച്ചും കൂടെ കാൽക്കുലേറ്റീവ് ആവും. ഫ്രാക്ഷൻസോ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ചും കൂടെ പാടായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. സോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 100x നമ്മൾ എടുക്കുന്നത്. 100x-ന്റെ 10% കാണുക അല്ലെങ്കിൽ 20% കാണുക, 90% കാണുക എന്നുള്ളത് ഈസിയാണ്. നമുക്ക് കാൽക്കുലേഷൻസും ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എടുക്കണം. നിങ്ങൾക്ക് 100x എന്നല്ല x എന്ന് എടുക്കണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നമ്മൾ പൊതുവേ റാൻഡം വാല്യൂസ് ചൂസ് ചെയ്യാറുണ്ടല്ലേ നമ്മൾ പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസിൽ. യെസ്, നമ്മൾ വേരിയബിൾ ചൂസ് ചെയ്യണതിന് പകരം നമ്മൾ ബാങ്ക് എക്സാമിന് നമ്മൾ റാൻഡം വാല്യൂസ് ആണ് നമ്മൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ അത്തരം റാൻഡം വാല്യൂസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് 100. അപ്പോൾ ഇവിടെ 100 എന്ന് എടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 100x എന്ന് എടുക്കണം. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് എന്തെടുക്കാം? വെറുതെ x എന്നോ y എന്നോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി allows 13% commission
on the total sales to his salesman. But if the salesman is appointed on a fixed salary of rupees 4,700 and 7% commission on the sales more than rupees 12,000, if in the second condition the salesman received rupees 620 more than the first, find the total number of sales. Find the total number of sales. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിലും സെയിൽസ് ഒക്കെ ആണല്ലേ. അപ്പോൾ ഇവിടെ കമ്പനിയുടെ രീതി എന്താണ്? കമ്പനി സെയിൽസ്മാനിന് ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസിൻ്റെ 13% കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. അതാണ് കമ്പനിയുടെ ഒരു രീതി. ഒരു പക്ഷേ കമ്പനി സെയിൽസ്മാനിനെ അപ്പോയിൻറ്റ് ചെയ്തത് 4,700 റുപ്പീസ് ഒരു ഫിക്സ്ഡ് സാലറിയും 12,000 സെയിൽസിന് ശേഷമുള്ള ആ ഒരു എമൗണ്ടിന് 7% കമ്മീഷൻ കൊടുക്കണ പോലെയാണ് ആ കമ്പനി സെയിൽസ്മാനിനെ അപ്പോയിൻറ്റ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ആദ്യത്തെ കേസിനേക്കാളും 620 രൂപ കൂടുതൽ ആർക്ക് കിട്ടും? സെയിൽസ്മാനിന് കിട്ടും. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എത്ര? അപ്പോൾ ഈ സെയിൽസ് കമ്മീഷൻ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെയിൽസിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റും? രണ്ടായിട്ട് നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഈ 2 ക്വസ്റ്റ്യനിലും നമ്മൾ നമ്മുടെ സെയിൽസിനെ 2ആയി ഡിവൈഡ് ചെയ്താണ് എഴുതിയത്. അപ്പോൾ 2ആയി നമുക്ക് സെയിൽസിനെ ഡിവൈഡ് ചെയ്ത് എഴുതേണ്ട ജങ്ഷർ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താണ് നമ്മുടെ കണ്ടീഷൻ? ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എത്രയായാലും അതിൻ്റെ 13% കൊടുക്കും എന്നാണ് അല്ലേ? യെസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 12,000 രൂപയ്ക്ക് ശേഷമുള്ള സെയിൽസിനാണ് 7% കമ്മീഷൻ കൊടുക്കണം. അതുവരെ ഉള്ള സെയിൽസിന് ഫിക്സ്ഡ് സാലറിയാണ്. സോ നമ്മുടെ ടോട്ടൽ സെയിൽസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? 12,000 പ്ലസ് എബൌവ് 12,000 അല്ലേ? അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്താണ് ഇവിടെ? 12,000 പ്ലസ് 100x ആണ്. 12,000 വരെ ഒരു കണ്ടീഷനും 12,000 ശേഷം വേറൊരു കണ്ടീഷനുമാണ്. മനസ്സിലായോ? യെസ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്താണ്? 12,000 പ്ലസ് 100x ആണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ സിറ്റുവേഷൻ 1 ആണ്, ഇത് നമ്മുടെ സിറ്റുവേഷൻ 2 ആണ്. സിറ്റുവേഷൻ 1ൽ എന്താണ്? സിറ്റുവേഷൻ 1ൽ മൊത്തം സെയിൽസിൻ്റെ 13% അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. കമ്മീഷൻ അല്ലേ? ഓക്കെ, കമ്മീഷൻ എന്ന് വേണ്ട, അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നത് മൊത്തം സെയിൽസിൻ്റെ 13% അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടണേന്ന് വിചാരിച്ചോളൂ. അപ്പം ഇവിടെ നമ്മുടെ മൊത്തം സെയിൽസ് എന്ന് പറയുന്നത് 12,000 പ്ലസ് 100x ആണ്. അതിൻ്റെ 13% നമ്മൾ കാണട്ടെ അല്ലേ? ടോട്ടൽ സെയിൽസിൻ്റെ 13% ഞാൻ കാണുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 12,000 into 13/100 plus 100x into 13/100. ഇത് രണ്ടും ക്യാൻസലാവും. അപ്പോൾ ഇവിടെ എനിക്ക് 13x കിട്ടും, ഇവിടെ ഇത് രണ്ടും ക്യാൻസലായി. 12 into 13 എന്ന് പറയുമ്പോൾ 156 ആണ്. 12 into 13 എന്ന് പറയുമ്പോൾ 156 ആണ്, 0. അപ്പോൾ അയാൾക്ക് ആദ്യത്തെ സിറ്റുവേഷനിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 15
60 പ്ലസ് 13x ആണ് ഫസ്റ്റ് കണ്ടീഷനിൽ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട്. മനസ്സിലായല്ലോ എങ്ങനെയാണ് കിട്ടിയെന്ന്? ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് ആണ് കാണേണ്ടത്. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 12,000 വരെ അയാൾക്ക് ഫിക്സ്ഡ് സാലറി ആണ്. 12,000 വരെ അയാൾക്ക് ഫിക്സ്ഡ് സാലറി ആണ്. പിന്നെ കമ്മീഷൻ എമൗണ്ട് അയാൾക്ക് കിട്ടണത് അതിന് ശേഷമല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള അയാളുടെ സെയിൽസിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കമ്മീഷൻ എമൗണ്ട് കാണുമ്പോൾ നമ്മൾ 100x മാത്രം കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? 7x കിട്ടും. 100xന്റെ 7% 7x ആണ്. അപ്പോൾ അയാൾക്ക് രണ്ടാമത്തെ കണ്ടീഷനിലാണ് അയാൾക്ക് കൂടുതൽ കാശ് കിട്ടിയത്. അയാൾക്ക് എത്ര കൂടുതലാണ് കിട്ടിയത്? 620 ആണ് കിട്ടിയത്. അയാൾക്ക് കൂടുതൽ കിട്ടിയ പൈസ എത്രയാ? 620 ആണ്. സോ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഈ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ 4700 നിന്ന് 1560 മൈനസ് ചെയ്യുന്നു. 7x നിന്ന് ഞാൻ 13x മൈനസ് ചെയ്യുമ്പം എനിക്ക് 620 കിട്ടും. അപ്പോൾ ഇത് 0 മൈനസ് 0, ഇവിടെ നമുക്ക് 10 ആണ്, 4 ആണ്. 6 നിന്ന് 5 പോകുമ്പോൾ 2, 4 നിന്ന് 1 പോകുമ്പോൾ 2, 4 നിന്ന് 1 പോകുമ്പോൾ 3. ഇവിടെ എനിക്ക് മൈനസ് 6x കിട്ടും ഇസ് ഈക്വൽ ടു 620 അല്ലേ? അപ്പോൾ ഇവിടെ 3240 മൈനസ് 620 ഈസ് ഈക്വൽ ടു 6x ആണ്. അഗെയിൻ ഞാൻ മൈനസ് ചെയ്യുന്നു. 0 നിന്ന് 0 പോകുമ്പോൾ 0, 4 നിന്ന് 2 പോയാൽ 2, 12 ഇവിടെ 2. അപ്പോൾ 12 ഇപ്പോൾ 2620 ഈസ് ഈക്വൽ ടു 68. സോറി, ഇവിടെ 6 അല്ലേ? ഇവിടെ 6 ആണ്. 6 നിന്ന് 5 പോകുമ്പോൾ 1, ഇവിടെ 3 1 ആണ്. 1 ആണ്, ഇവിടെ 5. അപ്പോൾ 2520 ഈസ് ഈക്വൽ ടു 6x. ഇതൊരു 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അതും ഒരു 6 എന്ന് പറയുമ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ നമ്മളിത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും, 2. സോ എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 42 എന്ന് കിട്ടി. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4200 എന്ന് കിട്ടും. 4200 എന്ന് കിട്ടും. സോ അതിൻ്റെ കൂടെ ഞാൻ 12,000 ആണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്. സോ 0 0 2 6 1 16200 അല്ലേ? 16200 ആണ് എന്ത്? എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ്. മനസ്സിലായോ? യെസ്. ഒന്നുകൂടെ പറയാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്? രണ്ട് കേസസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസിൻ്റെ 13% ആണ് അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടണത്. കമ്മീഷൻ മാത്രമാണ് അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടണത് നമ്മുടെ ടോട്ടൽ. പിന്നെ രണ്ടാമത്തെ കേസിൽ 12,000 വരെ ഒരു ഫിക്സ്ഡ് സാലറിയും അതിനുശേഷം കിട്ടുന്ന സെയിൽസിന് ആ എമൗണ്ടിൻ്റെ 7% കമ്മീഷനായിട്ട് അയാൾക്ക് കിട്ടും. ഈ രണ്ട് കണ്ടീഷനിലും രണ്ടാമത്തെ കണ്ടീഷനിലാണ് അയാൾക്ക് കൂടുതൽ പൈസ കിട്ടുന്നതും. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 620 ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ സെയിൽസിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതേണ്ടതെന്ന്. 12,000 പ്ലസ് 100x ആണ്. അപ്പോൾ അതാണ് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ്. ഞാൻ ഫസ്റ്റ് കണ്ടീഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസിൻ്റെ 13% കണ്ടു. അപ്പോൾ 12,000 പ്ലസ് 100x രണ്ടും കൂടെ കൂടിയതിൻ്റെ 13% എനിക്ക് കിട്ടി. രണ്ടാമത്തെ കേസിലോ 12,000 വരെ ഫിക്സ്ഡ് സാലറി ആണ്. ഞാൻ 100xന്റെ കമ്മീഷൻ മാത്രം അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് എഴുതി. എന്നിട്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 620 ആണെന്ന് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ എന്താണ് വാല്യൂസിനെ റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പം എനിക്ക് എക്സ് ഇസ് ഈക്വൽ ടു 42 ആണെന്ന് കിട്ടി. ഇവിടെ ഞാൻ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ 420 ആണ് അല്ലേ? സോറി, എക്സിൻ്റെ വാല്യൂ 420 ആണ്. എക്സിൻ്റെ വാല്യൂ 420 ആണ്. സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 42,000 പ്ലസ് 12,000 എന്ന് കിട്ടി. ഇവിടെ 4 5. 42,000 പ്ലസ് 12,000 എനിക്ക് 54,000 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ സെയിൽസ് കമ്പനി നമ്മുടെ കമ്മീഷൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ? ഇനിയും ഈ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ടൈപ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പോൾ ആ പ്രോബ്ലം മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എ സെയിൽസ്മാൻ, കുറേ ഉണ്ട് നമ്മുടെ സെയിൽസ്മാൻ പ്രോബ്ലംസ്. ഓക്കെ, കമ്പനി സെയിൽസ്മാൻ പ്രോബ്ലംസ് നമുക്ക് കുറച്ച് ടൈപ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത് കൂടാതെ 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നോക്കാം. എ സെയിൽസ്മാൻ മേക്സ് എ കമ്മീഷൻ ഓഫ് X% on the first
2,400 rupees worth of sales. And 4% on all further sales. If he makes rupees 1,400 from rupees 5,400 of sales in a month and 2,400 from rupees 8,400 of sales in another month. Sorry, ഇവിടെ 4 അല്ല y ആണ്. Yes, in another month. Find the average of x and y. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 4 അല്ല y ആണ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളതെന്ന് നോക്കാം അല്ലേ. അതായത് ഒരു സെയിൽസ്മാന് X% കമ്മീഷൻ കിട്ടും എപ്പോൾ? ആദ്യത്തെ 2,400 രൂപ വരെയുള്ള സെയിൽസിന് അല്ലേ. അയാൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്ട്സിൽ നിന്ന് അയാൾക്ക് 2,400 റുപ്പീസ് കിട്ടണം. അതുവരെ അയാൾക്ക് എത്ര രൂപയാണ് കമ്മീഷൻ? X% ആണ് അയാളുടെ കമ്മീഷൻ. ഇനി പിന്നെന്താണ്? പിന്നെ ഉള്ള എല്ലാ സെയിൽസിനും, പിന്നെ ബാക്കി വരുന്ന എല്ലാ സെയിൽസിനും അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ എത്രയാണ്? Y% ആണ് അയാളുടെ കമ്മീഷൻ. അപ്പോൾ ഇവിടെ അയാൾക്ക് അയാളുടെ ഇൻകം എങ്ങനെയായിരുന്നു വെച്ചാൽ 5,400 രൂപയുടെ സെയിൽസ് അല്ലേ, 5,400 റുപ്പീസിന് വർത്തായ സെയിൽസ് അയാൾ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അത്രയും പ്രോഡക്ട്സ് സെയിൽ ചെയ്ത സമയത്ത് അയാൾക്ക് എത്ര രൂപ കിട്ടി? അയാൾക്ക് 1,400 രൂപ കിട്ടി. അയാൾക്ക് 1,400 റുപ്പീസ് കിട്ടി. അതേപോലെ അത് ഒരു മാസത്തെ കാര്യമാണ്. പിറ്റത്തെ മാസം ആയപ്പോൾ എന്താണ്? 2,400 രൂപ അയാൾക്ക് കിട്ടി. എപ്പോൾ? അപ്പോഴത്തെ സെയിൽസ് എത്രയായിരുന്നു? അപ്പോഴത്തെ സെയിൽസ് 8,400 റുപ്പീസ് ആയിരുന്നു അപ്പോഴത്തെ സെയിൽസ്. യെസ്, അങ്ങനെയെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും ആവറേജ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും ആവറേജ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കട്ടെ. യെസ്, ഫൈൻഡ് ദ ആവറേജ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈൻ്റെയും ആവറേജ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽസിൻ്റെയും കമ്മീഷൻ്റെ ഈ ഒരു ടൈപ്പ് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സെയിൽസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ 5,400 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 5,400 ആണ് അല്ലേ. ഞാൻ ഫുള്ളായിട്ട് എഴുതാം. ടോട്ടൽ സെയിൽസ്, ആദ്യത്തെ മാസത്തിൻ്റെ ടോട്ടൽ സെയിൽസ് 5,400 ആണ്. നമുക്കിവിടെ എന്താണ് തന്നിട്ടുള്ളത്? 2,400 രൂപ സെയിൽസ് വരെ, 2,400 രൂപയുടെ ആ സെയിൽസ് വരെ X% കമ്മീഷനും അതിന് ശേഷമുള്ളതിന് Y% കമ്മീഷനാണ്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ 5,400 എന്നുള്ളതിന് എനിക്ക് 2,400 3,000 എന്ന് എഴുതാം അല്ലേ. യെസ്, അപ്പോൾ ഇവിടുത്തെ എൻ്റെ കമ്മീഷൻ എത്രയാണ്? X% ആണ്. ഇവിടുത്തെ എൻ്റെ കമ്മീഷൻ Y% ആണ്. എന്നിട്ട് ആ കമ്മീഷൻ എമൗണ്ട് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? 1,400 കിട്ടണേ. ഇവിടുത്തെ കമ്മീഷൻ എമൗണ്ടും ഞാൻ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് 1,400 അല്ലെങ്കിൽ 1,400 എന്നുള്ള ആ എമൗണ്ട് കിട്ടണേ. എന്താണ് ഇവിടുത്തെ 100? എന്താണ് X% എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കമ്മീഷൻ എന്താണ്? ഇൻറ്റു X/100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 24X. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 3,000 ഇൻറ്റു Y/100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30Y. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 24X + 30Y ആണ്. എൻ്റെ ഈസ് ഈക്വൽ ടു 1,400 ആണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ് ആദ്യത്തെ മാസത്തിൻ്റെ കാര്യം. ഇനി നമുക്ക് വേറൊരു മാസം, രണ്ടാമതൊരു മാസം തന്നിട്ടുണ്ട്. സോ രണ്ടാമത്തെ മാസത്തിൻ്റെ ടോട്ടൽ സെയിൽസ് എത്രയാണ്? രണ്ടാമത്തെ മാസത്തിൻ്റെ ടോട്ടൽ സെയിൽസ് 8,400 ആണ്. എഗെയിൻ ഈ 8,400നെ എനിക്ക് എങ്ങനെ എഴുതാം? 2,400 എന്നും 6,000 എന്നും എഴുതാം. ഇവിടെയും സെയിം ആണ്. എൻ്റെ കമ്മീഷൻ X% ആണ്. 2,400ന് ഇവിടെ Y% ആണ്. അപ്പോൾ ഇതിൻ്റെ X% എന്ന് പറയുമ്പോൾ 24X ആണ്. ഇതിൻ്റെ Y% എന്താണ്?
6000 ഇൻറ്റു വൈ ബൈ 100 ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് 60y എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ അയാൾക്ക് എത്ര എമൗണ്ട് കിട്ടി? 2400 കിട്ടി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. അങ്ങനെ എനിക്കിവിടെ എന്ത് കിട്ടി? 2 ലീനിയർ ഇക്വേഷൻസ് ആണ് എനിക്കിവിടെ കിട്ടിയത്. 2 ലീനിയർ ഇക്വേഷൻസ് ആണ് എനിക്ക് കിട്ടിയത്. സോ ഇതിൽ നിന്ന് ഞാൻ എക്സും വൈയും കണ്ടുപിടിക്കാം. ഈ ലീനിയർ ഇക്വേഷൻസിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ ക്വസ്റ്റ്യൻ മായ്ക്കുവാണേ. യെസ്, ലീനിയർ ഇക്വേഷൻ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ആ ചാപ്റ്ററിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് ലീനിയർ ഇക്വേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ ഈ ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് ഒരു വാട്ട് ഈസ് വാട്ട് നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തതാണല്ലേ. ഏതെങ്കിലും ഒന്നെങ്കിൽ എക്സിൻ്റെ അല്ലെങ്കിൽ വൈൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കുക. ഈക്വൽ ആക്കിയിട്ട് ആഡ് ചെയ്യുമ്പോഴാണോ ആ ടേം 0 ആവണേ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണോ ആ ടേം 0 ആവണേ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂ കിട്ടും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈക്വൽ ആക്കേണ്ട കാര്യമില്ല, എക്സിൻ്റെ വാല്യൂ രണ്ടിലും സെയിം ആണ്. അപ്പോൾ ഇവിടെ എക്സ് രണ്ടും ക്യാൻസലായി പോകണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ മൈനസ് ചെയ്യണം. സോ ഞാൻ എന്താണ് ചെയ്യാൻ പോകണം? ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുമ്പം 24xൽ നിന്ന് 24x പോകുമ്പോൾ 0 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 30y ഈസ് ഈക്വൽ ടു നമുക്ക് 1000 എന്ന് കിട്ടും. 30y ഈസ് ഈക്വൽ ടു നമുക്ക് 1000 എന്ന് കിട്ടും. സോ y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 100/3 എന്ന് കിട്ടി. y ഈസ് ഈക്വൽ ടു 100/3 എന്ന് കിട്ടി. ഞാൻ കണ്ടുപിടിക്കേണ്ടത് y മാത്രമല്ല, എക്സ് മാത്രമല്ല, എക്സിൻ്റെയും വൈൻ്റെയും ആവറേജ് ആണ് ഞാൻ കാണേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐദർ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ 24x + 30, വൈയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കും? 100/3 കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1400. ഈ 3യും 30യും ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 10 കിട്ടും. അപ്പോൾ 24x എന്ന് പറയുന്നത് എന്തായി? ഇവിടെ നമുക്ക് 1000 കിട്ടി അല്ലേ. സോ 1400 മൈനസ് 1000. ഞാൻ ഈ 100 × 10 1000 ആണ്. ഞാൻ ഈ 1000നെ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പം 1400 ഇൻറ്റു അല്ല മൈനസ് 1000 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 400. സോ എനിക്ക് 24x ഈസ് ഈക്വൽ ടു 400 കിട്ടി. രണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 4 അല്ല, രണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 കിട്ടി, ഇവിടെ 80 കിട്ടി. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 80/3 ആണ്. സോ എനിക്ക് എക്സും വൈയും കിട്ടി. എനിക്കിനി എന്താണ് കാണണ്ടേ? അതിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ആവറേജ് കാണുക? എന്തിൻ്റെങ്കിലും ആവറേജ് കാണണമെങ്കിൽ ആദ്യം അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക അല്ലേ. അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ ഓഫ് വാല്യൂസ് എത്രയാണോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ 100/3 + 80/3 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 100/3 + 80/3 ഡിവൈഡഡ് ബൈ 2. സോ എനിക്ക് എന്ത് കിട്ടും? 180. 100 ഫ്രാക്ഷൻ അഡീഷൻ ആണ്. ഫ്രാക്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫ്രാക്ഷൻ എന്നുള്ള ആ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓൾ അബൌട്ട് ഫ്രാക്ഷൻസ് അല്ലേ. എന്താണ് ഫ്രാക്ഷൻ, എന്തൊക്കെ ടൈപ്സ് ഫ്രാക്ഷൻസ് ഉണ്ട്, ഓരോ ഫ്രാക്ഷൻസിൻ്റെയും പ്രത്യേകതകൾ എന്താണ്, ഓരോ ഫ്രാക്ഷനിലും നമ്മൾ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള എല്ലാ കാര്യങ്ങളും വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. അപ്പോൾ ആ സെഷൻ പോയി കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ സിംപ്ലി ന്യൂമറേറ്റർ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അത് ഇട്ട് കൊടുത്താൽ മതി. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 180 ഡിവൈഡഡ് ബൈ 3 60 ആണ്. 60 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. സോ 30 ഈസ് അവർ ആൻസർ. മനസ്സിലായോ? യെസ്. ഓക്കെ, സോ 30 ഈസ് അവർ ആൻസർ. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ നമ്മുടെ സെയിൽസ് കമ്മീഷൻ മനസ്സിലായല്ലോ. സെയിൽസ് കമ്മീഷനിൽ എപ്പോഴും എവിടെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എന്താണ്, നമ്മളിൽ ആ ഒരു റേഞ്ച് എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ലെവൽ വരെയാണോ നിങ്ങൾക്ക് അവർ വാല്യൂസ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ഏത് ലെവൽ വരെ ഉള്ള വാല്യൂസിനാണോ അതുവരെ ഇത്ര ശതമാനം, അതിനുശേഷം ഇത്ര ശതമാനം എന്ന് തന്നിട്ടുള്ള അതുവരെയുള്ള കാര്യങ്ങളും അതിന് ശേഷമുള്ള കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്.
in a village, next question നോക്കാം. In a village 60% families have one goat and 30% of families have one cow and 15% families have both one goat and cow. If there are only 96 families in a village, find the number of families do not have any cow or goat. അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 60%, അതായത് ഒരു ടൗൺ ഉണ്ട്, ആ ടൗണിൽ 60% ഫാമിലീസിൽ ഗോട്ട് മാത്രമേ ഉള്ളൂ, ആട് മാത്രമേ ഉള്ളൂ. 30% ഫാമിലിയിൽ ഒരു കവ് മാത്രമേ ഉള്ളൂ. 50% ഫാമിലിയിൽ ഒരു കവും ഒരു ഗോട്ടും ഉണ്ട്, അല്ലേ? ഒരാടും ഒരു പശുവും ഉണ്ട്. പിന്നെ കുറച്ച് ഫാമിലീസിൽ പശുവും ഇല്ല, ആടും ഇല്ല. അപ്പോൾ ആ ടൗണിൽ ആകെ മൊത്തം 96 ഫാമിലീസ് ആണ് ഉള്ളതെങ്കിൽ എത്ര നമ്പർ ഓഫ് ഫാമിലീസിലാണ് എന്തില്ലാത്തത്? കവും ഗോട്ടും രണ്ടും ഇല്ലാത്തതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈസിയാണ്. നമ്മൾ ഈ യൂണിയൻ ഇൻ്റർസെക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചായിരുന്നു, അല്ലേ? അപ്പോൾ കൗ ഉള്ളത്, കൗ യൂണിയൻ ഗോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം 100 ഫാമിലീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ എന്താണ് കൺസിഡർ ചെയ്യാൻ പോണേ? നമ്മൾ 100 ഫാമിലീസിൻ്റെ കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണേ. ആ ടൗണിൽ ക്വസ്റ്റനിൽ അവർ 96 ഫാമിലീസ് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഞാനിവിടെ ആദ്യം കൺസിഡർ ചെയ്യാൻ പോണത് 100 ഫാമിലീസ് ആണ്. അപ്പോൾ 100 ഫാമിലീസിൽ 60 ഫാമിലിയിൽ എന്തുണ്ട്? ഗോട്ടാണ്. 30 ഫാമിലിയിൽ കൗവാണ്. രണ്ടും കൂടെ ഉള്ളത് 15 ഫാമിലീസിലാണ്. സോ 90 - 15 ചെയ്യുമ്പം എനിക്ക് 75 കിട്ടും. അപ്പം 100 ഫാമിലിയിൽ എത്ര ഫാമിലീസിലാണ് കൗ അല്ലെങ്കിൽ കൗവും ഗോട്ടും ഉള്ള ഫാമിലീസ് എത്രയാണ്? 75 ആണ്. അപ്പോൾ എത്ര ഫാമിലീസിലാണ് ഇല്ലാത്ത കൗവും ഗോട്ടും ഇല്ലാത്ത ഫാമിലീസിൻ്റെ എണ്ണം എന്ന് പറയുമ്പം 25 ഫാമിലീസ് ആണ്. ഏത് സിറ്റുവേഷനിൽ? 100 ഫാമിലീസ് ആവുമ്പം. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? 96 ആണ്, അല്ലേ? നമുക്കറിയാം 100 ഫാമിലീസിൽ 25 ഫാമിലീസ്, 100 ഫാമിലീസിൽ 25 ഫാമിലീസിൽ കൗവും ഗോട്ടും ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 25% എന്നാണ്. എന്താണ് 25%? ഫ്രാക്ഷൻ 1/4 ആണ്. സോ 96 × 1/4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24 എന്ന് കിട്ടും. സോ 24 ഫാമിലീസിലാണ് എന്തില്ലാത്ത? കൗവും ഗോട്ടും ഇല്ലാത്ത. മനസ്സിലായോ? യെസ്, സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിയൻ ഇൻ്റർസെക്ഷൻ, ഈ ഒരു കാര്യം നമുക്ക് അറിയാമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. കുറച്ച് പിന്നെ പെർസെൻറ്റേജിനെ കുറിച്ച് കുറച്ചൊരു ധാരണയുണ്ടെങ്കിൽ ഈസി ആയി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്. Ramesh spends 75% of his income if his income is reduced by 30% and expenditure is reduced by 20%, then
savings are reduced by rupees 750. What is his initial income? What is his initial income? Yes. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്. രമേശ് അല്ലേ, ഇവിടെ രമേശിൻ്റെ കാര്യമാണ് തന്നിട്ടുള്ളത്. രമേശിൻ്റെ ഇൻകത്തിൻ്റെ 75% അയാൾ സ്പെൻഡ് ചെയ്യും. പിന്നെ എന്താണ് പറ്റിയേ, അയാളുടെ ഇൻകം 30% കുറഞ്ഞു, എക്സ്പെൻഡിച്ചർ 20% കുറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ അയാളുടെ സേവിങ്സ് 750 രൂപ കുറഞ്ഞു. അങ്ങനെയെങ്കിൽ അയാളുടെ ഇനീഷ്യൽ ഇൻകം എത്ര? ഈസിയാണ്, നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻകത്തിൻ്റെ അവിടെ വേരിയബിൾ, ഏതെങ്കിലും ഒരു വേരിയബിൾ അസ്യൂം ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഒരു റാൻഡം വാല്യൂ ആണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 100 തന്നെ ചൂസ് ചെയ്യാം. 100 തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. 100 റുപ്പീസിലല്ലേ, 100 റുപ്പീസ് എന്ന് പറയുന്നത് അയാളുടെ ഇൻകം ആണ്. നമുക്കറിയാം ഇൻകം എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ് നമ്മുടെ ഇൻകം അല്ലേ. അപ്പോൾ 100 റുപ്പീസിൽ 75 രൂപ, 100 റുപ്പീസ് ഇൻകം ആകുമ്പം 75 രൂപയാണ് അയാളുടെ ചിലവെന്ന് പറയുന്നത് 75 രൂപയാണെങ്കിൽ അയാളുടെ സേവിങ്സ് എന്തായിരിക്കും, 25 റുപ്പീസ് ആയിരിക്കും. ഇതാണ് ഇനീഷ്യൽ കേസ്. പിന്നെ എന്താ പറ്റിയേ, പിന്നെ അയാളുടെ ഇൻകം അയാൾ 30% കുറച്ചു എന്ന് പറയുമ്പോൾ അയാളുടെ ഇൻകം എന്തായി, 70 ആയി. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇൻകം 70 ആയി. അപ്പോൾ ഇവിടെ എന്താണ്, അയാളുടെ എക്സ്പെൻഡിച്ചർ 20% കുറച്ചു അല്ലേ. അയാളുടെ എക്സ്പെൻഡിച്ചർ 20% കുറച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അയാളുടെ എക്സ്പെൻഡിച്ചർ ആദ്യം 75 ആയിരുന്നു. അയാളുടെ എക്സ്പെൻഡിച്ചർ ആദ്യം 75 ആയിരുന്നു. അതിൻ്റെ 20% അയാൾ കുറച്ചത്. 75ൻ്റെ 20% അയാൾ കുറച്ചു. അപ്പോൾ 75ൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇവിടെ നമുക്ക് 1/5 എന്ന് കിട്ടും അല്ലേ. 20 എന്ന് പറയുമ്പോൾ 1/5 ആണ്. സോ ഇവിടെ നമുക്ക് 15 കിട്ടും. സോ അയാളുടെ പുതിയ എക്സ്പെൻഡിച്ചർ എത്രയാണ്, 75 മൈനസ് 15 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടി. സേവിങ്സ് അവർ പെർസെൻറ്റേജ് എത്രയാണെന്ന് തന്നിട്ടില്ല. 750 റുപ്പീസ് ആണ് തന്നിട്ടുണ്ട്. സേവിങ്സ് അവർ എത്ര പെർസെൻറ്റേജ് ആണ് കുറഞ്ഞ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയെന്നൊന്നും തന്നിട്ടില്ല. അവർ തന്നിട്ടുള്ളത് ഇത്ര റുപ്പീസ് കുറഞ്ഞു എന്നാണ് അവർ തന്നിട്ടുള്ളത്. ഇത്ര റുപ്പീസ് കുറഞ്ഞു എന്നാണ് അവർ തന്നിട്ടുള്ളത്. നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലായി ഇവിടെ 70 രൂപയാണ് അയാളുടെ ഇൻകം. 60 രൂപ അയാൾ സ്പെൻഡ് ചെയ്താൽ അയാളുടെ സേവിങ്സ് എന്താണ്, 10 ആണ് അല്ലേ. 70 രൂപ അയാളുടെ ഇൻകം, 60 രൂപ അയാൾ സ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാലൻസ് റുപ്പീസ് അയാൾ ഒബ്വിയസ്ലി ബാലൻസ് റുപ്പീസ് ആയിരിക്കും എന്ത്, അയാളുടെ സേവിങ്സ്. അപ്പോൾ അയാളുടെ പുതിയ സേവിങ്സ് എത്രയാണ്, 10 ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അയാളുടെ സേവിങ്സ് 750 രൂപയായി എന്നല്ല തന്നിട്ടുള്ളത്. അയാളുടെ സേവിങ്സ് 750 രൂപ കുറഞ്ഞു എന്നാണ് തന്നിട്ടുള്ളത്. സോ 750 രൂപ കുറഞ്ഞു എന്ന് പറയുമ്പം ആദ്യം 25 ആയിരുന്നു സേവിങ്സ്, പിന്നെ 10 ആയി. സേവിങ്സ് എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് കുറഞ്ഞത്, 15 രൂപയാണ് കുറഞ്ഞത് അല്ലേ. അപ്പോൾ 15 = 750. അപ്പോൾ 1 = 50. 1 = 50 ആണെങ്കിൽ 100 = എന്തായിരിക്കും, 5000 അല്ലേ. അപ്പോൾ 5000 റുപ്പീസ് ആണ് എന്ത്, 5000 റുപ്പീസ് ആണ് അയാളുടെ ഇനീഷ്യൽ ഇൻകം. ഇനി നിങ്ങളോട് അയാളുടെ പുതിയ ഇൻകം എത്രയാണ്, 30% റെഡ്യൂസ് ആയി കഴിഞ്ഞിട്ടുള്ള ഇൻകം ആണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യാം, 70 × 50 ചെയ്യുമ്പോൾ നമുക്ക് 2500 കിട്ടും. ഇനി അതല്ല അയാളുടെ പുതിയ സേവിങ്സ് എത്രയാ, അല്ലെങ്കിൽ അയാളുടെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, അല്ലെങ്കിൽ അയാളുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാ, അല്ലെങ്കിൽ അയാളുടെ ഇനീഷ്യൽ സേവിങ്സ് എത്രയാന്നൊക്കെ ചോദിച്ചാൽ ഏത് വാല്യൂ ആണോ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ ഇതാണ് ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട ലോജിക്ക്. ഇതാണ്, മനസ്സിലായല്ലോ. യെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 എന്നുള്ള വാല്യൂവിന് പകരം എന്ത് ചൂസ് ചെയ്യാം, ടി എന്നൊരു വേരിയബിൾ അല്ലെങ്കിൽ ഐ എന്നൊരു വേരിയബിൾ ചൂസ് ചെയ്ത് ഇവിടുത്തെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ സോൾവ് ചെയ്യാം. പക്ഷേ കുറച്ച് നിങ്ങൾക്ക് ടഫായി ഫീൽ ചെയ്യും, കാരണം കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരിക്കും. ഇതാവുമ്പോൾ പിന്നെ നമ്മുടെ 100ഉം 5 ഒക്കെ വെച്ചിട്ടുള്ളൊരു കളിയാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും റാൻഡം വാല്യൂ ചൂസ് ചെയ്യുക. റാൻഡം വാല്യൂ ചൂസ് ചെയ്യുമ്പം ഇല്ലേ നമ്മുടെ വാല്യൂസ് നമുക്കിവിടെ തന്നിട്ടുള്ള വാല്യൂസിനുമായിട്ട് ഈസിയായി കട്ടായി പോണ രീതിയിൽ അല്ലെങ്കിൽ ഈസിയായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാല്യൂസ് ചൂസ് ചെയ്താൽ നമുക്ക് എപ്പോഴും കാൽക്കുലേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.